ഹലോ വെൽക്കം ടു ഫാമിലി വ്ലോഗ്. ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇന്നും പിള്ളേരില്ല, ഇന്നലെയും പിള്ളേരില്ലായിരുന്നല്ലോ. ഇന്ന് ക്ലാസ് പോയി. പക്ഷെ നമ്മുടെ എമ്മിക്കുട്ടി വരുമ്പോ ഉള്ളതാണോ, അവള് പനി പിടിച്ചിരിക്കുക. അപ്പൊ ഞങ്ങൾ ശരിക്കും പറയുന്നത് വേറൊരു വീഡിയോ എടുക്കാൻ ഒരു സ്ഥലത്ത് പോവാണെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുമായിരുന്നു. അത് മാറ്റി വെച്ചു. കാരണം സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് എമ്മിക്കുട്ടി പനിച്ച് ഇങ്ങനെ പനിയായിട്ടിരിക്കണം, നേരി ചൂടുണ്ട്, തലവേദന എടുക്കുന്നു പറഞ്ഞപ്പോൾ നമ്മള് പോയി കൊണ്ടുവന്നു. അപ്പൊ ഇന്നലെ ഞാൻ കാപ്പി ഉണ്ടാക്കിയില്ലേ, അപ്പൊ തുടങ്ങി ഒരാൾക്കൂടെ ഇടക്കിടക്ക് കാപ്പി വെച്ചതായോ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കാപ്പി വെക്കാൻ പോട്ടെ. ശരിക്കും ചായ കുടിക്കാൻ നേരം ആയിട്ടില്ല. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞേ ഉള്ളൂ. ചില സമയത്ത് അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ കാപ്പി കുടിക്കാൻ വേണ്ടി. ഞാനല്ലെങ്കിലും ഭയങ്കര കാപ്പി കുറിച്ചിയാണ്. താൻ തോന്നുമ്പോൾ ഉണ്ടാക്കി നോക്കുന്നത് ചായ. അടുത്ത് ചായ, അതും കട്ടൻ ചായ. ഈ കാപ്പി ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ? ഈ കാപ്പിയല്ല, രണ്ടു ദിവസമായിട്ട് കാപ്പി എനിക്ക് എന്തോ ഇഷ്ടമാണ്. ചായ കുടിച്ചോണ്ടിരിക്കല്ലേ. ശരി, ഞാൻ പാല് എടുക്കട്ടെ. നമ്മളന്ന് 1 ലിറ്ററിന്റെ വാങ്ങിച്ചില്ലേ? അതെ, പാലുണ്ട്. പാല് വെച്ചിട്ട് PDDP 1 ലിറ്ററിന്റെ വാങ്ങിയല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ഇതും കൂടി ഇത്തവണത്തെ കാപ്പി ഉണ്ടാക്കലോടുകൂടി അത് തീർന്നു. ഞങ്ങളങ്ങനെ സ്ഥിരം പാലങ്ങനെ വാങ്ങിക്കലില്ല, വല്ലപ്പോഴും തോന്നിയാൽ. കാരണം ഇവിടെ എല്ലാവരും കട്ടൻ ചായ മേടിക്കുമായിരുന്നു. അതായത് നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് രാവിലെ എഴുന്നേറ്റാല് ഒരു കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കൊരു 8 മണി അല്ലെങ്കിൽ 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബൂസ്റ്റ് ഇട്ട് പാല് കുടിക്കണത് ഭയങ്കര നിർബന്ധമായിരുന്നു. ഞാൻ അളന്നൊഴിക്കും കേട്ടോ. എന്താ അങ്ങോട്ട് ഒഴിച്ചാൽ പോലെ എന്ന് ചിന്തിക്കല്ലേ. ഇങ്ങനെ അളന്നങ്ങ് ഒഴിക്കുക. എത്ര ഗ്ലാസ് വേണ്ടിയിട്ട്. എല്ലാവർക്കും എടുത്തേക്കാം, ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാം. മതിയല്ലോ, അങ്ങനെ ഉണ്ടാക്കി വെക്കാം. അപ്പൊ എത്ര ഗ്ലാസ് പാൽ ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 1 ലിറ്ററിന്റെ അതിനകത്ത് എന്തെന്ന് അപ്പൊ അങ്ങനെ എടുത്തുണ്ടാക്കാൻ പോവാം. ഇതിന് ഇതിന്റെ പാക്കറ്റിലുള്ള വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാക്കറ്റിലുള്ള വില തപ്പിപ്പ് കാണിച്ചിട്ട് പണിയാണ് ആദ്യം വെച്ചേക്കുന്നവര് എഴുതി. 36 രൂപയോ അല്ല 60 രൂപ. 60 രൂപയാണ്. പക്ഷെ നമുക്ക് അല്ലെങ്കിലും നമുക്ക് 27 ആവണ്ടായിരുന്നുള്ളൂ. മറ്റേതാണ് ലാഭം. പക്ഷെ ഇവര് 60 രൂപ നമ്മളോട് എടുത്തിട്ടുണ്ടാവില്ല. മദീനൊന്നും 60 രൂപ എടുക്കത്തില്ല. സാധാരണ നോക്കുമ്പോ 35 രൂപ എന്ന് പറയുന്നതല്ലേ? 35 രൂപ 35 രൂപ 25 വരും. 25ഉം 25അല്ല 28ഓ 27ഓ അങ്ങനെ വരുന്നുള്ളൂ. 28 വന്നാലും ആകുന്നില്ല അത്ര. 36 രൂപ വരുള്ളൂ. അല്ല 56 രൂപ വരുള്ളൂ. അപ്പം എമ്മിക്കുട്ടിക്ക് ഞാൻ കട്ടൻ ചായയും റസ്കും കൊടുക്കാൻ പോവാട്ടോ. അവൾക്കത് റസ്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പോ ആന്ന് പറഞ്ഞു എമ്മിക്കുട്ടി. അല്ല, സാധാരണ റസ്ക് ഇഷ്ടമില്ലാത്ത ആളാണ്. മരുന്ന് കൊടുത്തു. സാധാരണ റസ്ക് ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ മോനെ കട്ടൻ ചായയും റസ്കും കൊടുക്കാറട്ടെ എന്ന് വെച്ചപ്പോ ശരി കഴിക്കാമെന്നൊരു പനി പറഞ്ഞിപ്പോ മരുന്ന് കൊടുത്ത് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കുടിപ്പിക്കാനോ? എങ്ങനെ കുടിപ്പിക്കും? ഞാൻ ഇങ്ങനെ എടുത്ത് പിടിച്ച് കുടിപ്പിച്ചാൽ മതിയാ? ബിസ്ക്കറ്റ് മുക്കി തരട്ടെ? 2 ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. താൻ ആദ്യം 1 കഴിക്കും, എന്നിട്ടല്ലേ ഇനി കഴിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് തീരുമാനിക്കണം. നല്ലോണം മൂക്ക് കൊട്ടി. ഞങ്ങൾ കൊച്ചി പാരസെറ്റാമോളൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ട് എഴുന്നേറ്റേക്കണേ കേട്ടോ. ഇമ്മൂസേ, ഇമ്മു ഇങ്ങനെ ഉണ്ട് ഇപ്പം? കൊള്ളാമോ? പനി പിടിച്ചു എന്ന് പറഞ്ഞ്, എനിക്ക് പനി പിടിച്ചെന്ന് പറഞ്ഞു. വാവ ഇന്ന് വെൽക്കം പറയാനൊന്നും ഇല്ല കേട്ടാ. വാവക്ക് പനി പിടിച്ചു അല്ലേ? ക്ഷീണം വന്നുപോയി. ഇപ്പം എഴുന്നേറ്റ് ഞങ്ങൾ പാരസെറ്റാമോളൊക്കെ കഴിച്ച് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വന്ന് കട്ടൻ ചായയും 6 റൂട്ട് ബിസ്ക്കറ്റും കൂടെ കഴിക്കും അല്ലേ? ഉറങ്ങുക നീ കണ്ണേ പുന്നാര പൊന്നു മകന്, താരാട്ടു പാടുവാൻ അമ്മയുണ്ടല്ലോ, തല്ലു പിടിക്കുവാൻ അച്ഛനുണ്ടല്ലോ. കണ്ടോ മോൻ? എങ്ങനെ അമ്മ കണ്ടോ? എന്റെ അടുത്ത് വന്നില്ലല്ലോ.
നീ എങ്ങനെ കണ്ട്? എനിക്ക് പനിയായിരുന്നു. നിനക്ക് അവിടെ നിന്ന് തന്നെ അമ്മ ഒന്നും വിളിക്കാൻ പോലെ ഞാൻ എന്നിട്ട് എന്തുപറ്റി മരുന്നാ? ആര് ആ ഡ്രസ് കാലക്കണെടുത്തോണ്ടിരുന്നു കേട്ടാ. വരക്കാൻ പഠിക്കും. വരക്കാൻ പഠിക്കണ തനിയെ വരച്ചോണ്ട് കാണിച്ചു കൊടുക്കട്ടെ. കാണിച്ചു കൊടുക്ക. പപ്പ വരച്ചേക്കണെന്ന് നോക്കട്ടെടി. നോക്കട്ടെടി പപ്പ വരച്ചേക്കണ കാണുന്നില്ല. താഴ്ത്തി പിടിക്ക്, താഴ്ത്തി പിടി, താഴ്ത്ത്. ആ ഞാൻ വരച്ച് കാണിച്ചു തരട്ടെ. ഇടി കണ്ടില്ലെന്ന്. എവിടെ നീ വരച്ചവിടെ? താഴെ നിന്റെ മടി വെച്ചാ മതി കൂട്ടാ. എനിക്ക് എളുപ്പത്തിൽ കാണാവേ. നീ നോക്കി വരച്ചാണോ ഇത്? വരച്ചല്ലേ? അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടല്ലോ മോള്. ഞാൻ വെച്ച് വരച്ചല്ലേന്ന് വെച്ചാൽ നീ ഇതുപോലെ വരക്കണ ഞാൻ കണ്ടിട്ടില്ല. അതാ ഞാൻ ചോദിച്ചത്. ഞാൻ ആദ്യമായിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. ഇത് എമ്മി വരച്ച മുത്തപ്പൻ. എന്റെ ദൈവമേ. ഞങ്ങള് കണ്ണൂര് പോയപ്പോ മുത്തപ്പനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ മുത്തപ്പനെ നോക്കി വരച്ചതാണ് നമ്മള്. അപ്പൊ ഞങ്ങളുടെ നാളത്തെ വീഡിയോയുമായിട്ട് നാളെ കാണുന്നവരേക്കും ബൈ. ലൈക്ക് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ടേക്ക് കെയർ. ബൈ.